അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആത്തിക. എൻ്റെ ഭർത്താവ് മുഹമ്മദ് അലി തങ്ങൾ വെളിമുക്കിലാണ് ഞങ്ങൾ താമസം. എനിക്ക് ശ്വാസകോശത്തിലെ ക്യാൻസറാണ്. 2.5 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ വലിയ പൈസൻ്റെ ഗുളികയാണ്. ഒരു മാസം 1.5 ലക്ഷം രൂപ വേണം. അപ്പോൾ എല്ലാവരും കഴിയണത് സഹായിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആയിഷയാണ്. എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മക്ക് ശ്വാസകോശത്തിൻ്റെ ക്യാൻസറാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ റഫ്സൽ ഒളവണ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് MBR ക്യാൻസർ സെൻ്ററിലാണ്. മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് വാർഡ് 19 താമസിക്കുന്ന മുഹമ്മദ് അലി തങ്ങൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ഭാര്യ ഹാത്തിക ബീവി മാരകമായ കാർസിനോമ ലങ് എന്ന് പറയുന്ന ശ്വാസകോശ ക്യാൻസർ ബാധിച്ചിട്ട് വളരെ അടിയന്തരമായ ചികിത്സക്ക് വിധേയമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 30 ലക്ഷം രൂപ വേണം ഈ സഹോദരിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ. പെരിന്തൽമണ്ണ കാര്യവട്ടം ജുമാ മസ്ജിദിൽ ദീർഘകാലം ഖാദിയായി ജോലി ചെയ്ത സയ്യിദ് ആറ്റുകോയ തങ്ങൾ അവരുടെ മകളും കൂടിയാണ് ഹാത്തിക ബീവി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം പ്രിയപ്പെട്ടവരെ. ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ ഈ സഹോദരി നമ്മുടെ മുൻപിൽ കൈനീട്ടുമ്പോൾ നമ്മളെ ഉത്തരവാദിത്തമാണ് ഈ സഹോദരിയെ സഹായിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഈ കുഞ്ഞുങ്ങളെ കണ്ണീര് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ. ഈ മക്കൾ നാളെ ഉമ്മയില്ലാത്ത മക്കളായിട്ട് വളരാൻ പാടില്ല. നമ്മളെല്ലാവരും സഹായിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് ഈ കിടക്കുന്ന ഈ സഹോദരി. ഇവരെ സഹായിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നമ്മൾ നൽകുന്ന ഹദിയ ഈ കുടുംബത്തിനാകട്ടെ, അർഹതപ്പെട്ട ഈ കുടുംബത്തിനാകട്ടെ. പ്രിയപ്പെട്ടത്, അസ്സലാമു അലൈക്കും. എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചി ഞങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ അമ്മച്ചി വേദന കൊണ്ട് കരയണങ്ങൾ കണ്ടില്ല. അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയണില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ നാട്ടിൽ മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആത്തിക ബീവിയെ പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ മഹദിയെ നിങ്ങൾ എല്ലാ നിലക്കും സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെളിമുക്ക് ചനക്കപ്പറമ്പ് മഹല്ല് സെക്രട്ടറി ഉമർ ഹുദവിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മഹല്ലിൽപ്പെട്ട ആത്തിക ബീവി എന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. 2 വർഷത്തോളമായിട്ട് സ്വന്തം മറ്റുള്ളവരുടെ മുന്നിലൊന്നും കൈ നീട്ടാതെ, അഭിമാന പണയം വെക്കാതെ ചികിത്സയ്ക്ക് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ വീണ്ടും ഗൗരവമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി, പൊതുപ്രവർത്തകരും എല്ലാവരും കൂടിക്കൊണ്ട് അവരുടെ പേരിൽ ഒരു ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കുകയും ഈ പരിശുദ്ധമായ റമദാനിൽ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ അകമഴിഞ്ഞ് ആവശ്യപ്പെടുകയുമാണ്. നബിയുടെ പേരക്കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ ഒരു ഷെയറുകളും സഹായങ്ങളും ഹദിയകളും അതിന് കാരണമാവട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വെളിമുക്ക് മഹല്ല് ഉപദേശക സമിതിയാണ്. അതിൻ്റെ ഞാൻ നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് പ്രൊഫസറാണ്. ഇവിടെ ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ഉള്ള ഈ ആത്തിക ബീവിയുടെ ചികിത്സയോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം, നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണർത്താൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെളിമുക്ക് മഹല്ലിൽ താമസിക്കുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ ജമല്ലയിൽ തങ്ങളുടെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ പൂക്കോയ തങ്ങളാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് ആത്തിക ബീവി എന്ന പേരുള്ള വെളിമുക്ക് ചനക്കപ്പറമ്പിൽ മഹലിൽ താമസിക്കുന്ന മഹദിയുടെ രോഗ ചികിത്സാവശ്യാർത്ഥം ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഈ ഒരുമിച്ച് കൂടിയ ജനങ്ങളെല്ലാം സംഘടിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരെ, വെളിമുക്ക് ജുമാഅത്ത് പള്ളിയുടെ മുന്നിൽ ഈ ഒരു ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുള്ളത് ഇവിടെ ആത്തിക ബീവി എന്ന് പറയപ്പെടുന്ന ഒരു സയ്യിദത്തായ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി മാരകമായ രോഗം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് ലക്ഷങ്ങൾ ചികിത്സക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ഒരു പരിശുദ്ധമായ മാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ
ആ മഹദിയെ ചേർത്ത് പിടിക്കുകയും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും എത്തിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ വെളിമുക്ക് സ്വദേശി, വെളിമുക്ക് ചെനക്കുപറമ്പ് മഹല്ല് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലിയുടെ ഭാര്യ ആതിക്ക ബീവി. കേവലം 3 സെന്റ് സ്ഥലത്തിൽ 3 മക്കളോട് കൂടി താമസിക്കുന്ന ആതിക്ക ബീവി വർഷങ്ങളായിട്ട് ക്യാൻസർ ചികിത്സയിൽ മാരകമായ ലെൻസ് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ വളരെ ഭീമമായ ചികിത്സാ ചെലവാണ്. അവർക്ക് മരുന്ന് കുടിച്ച് രോഗം മാറ്റുന്നത് 2 വർഷം തുടർച്ചയായി മരുന്ന് കുടിച്ചാൽ അവർക്ക് രോഗം ഈ മാറി കിട്ടും, അല്ലെങ്കിൽ വേറൊരു മരുന്നിലേക്ക് മാറി അടുത്ത സ്റ്റേജിലേക്ക് മാറും എന്നാണ് MBR ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് ഒരുപാട് മാറ്റമുള്ളൊരു വീഡിയോ ആണ് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നിങ്ങൾ നൽകുന്ന ഹദിയ അത് അർഹതപ്പെട്ട കുടുംബത്തിനാകണമെന്നുള്ളൊരു നിർബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് ഹദിയ കൊടുക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിന് നൽകണം. ഹാത്തിക ബീബി എന്ന് പറയുന്ന സയ്യിദത്തായ നമ്മുടെ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഈ സഹോദരിയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിറ്റ ശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് കാർസിനോമ ലങ് എന്ന് പറയുന്ന മാരകമായ ശ്വാസകോശത്തിന് വരുന്ന ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാതാണ് നമ്മുടെ മുൻപിൽ കൈ നീട്ടുന്നത്. തങ്ങൾ കുടുംബമാണ്, നമ്മളെല്ലാവരും സഹായിക്കണം. കാരണം 100% അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, പെരിന്തൽമണ്ണ കാര്യവട്ടം മഹല്ല് മുൻ ഖാലിയായിരുന്ന പരേതനായ സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ മകളും കൂടിയാണ് 35 വയസ്സായ ഹാത്തിക ബീബി എന്ന് പറയുന്ന ഈ സഹോദരി. കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ നൽകിയ ലോർബിക്കുവ എന്ന് പറയുന്ന മരുന്നിന് 15 മരുന്നിന് വരുന്നത് 15 ഒരു സ്ട്രിപ്പിൽ 15 ഗുളിക വരുന്നത്. ഈ ഗുളികക്ക് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഇത് 2 കൊല്ലം തുടർച്ചയായിട്ട് കഴിച്ചാൽ മാത്രമേ ആ സഹോദരിയെ ജീവിതത്തിലെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. പ്രവാസ ലോകത്ത് പോയിട്ട് ഡ്രൈവർ ജോലി ചെയ്തിട്ട് 2 വർഷത്തോളം സയ്യിദായ ആ മഹാനായ മുഹമ്മദ് അലി എന്ന് പറയുന്ന സഹോദരന് ആ തങ്ങള് തൻ്റെ ഭാര്യയെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരും സഹായമാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ടുവരുന്നത്. ബഹുമാന്യരെ എല്ലാ തങ്ങന്മാരും, പള്ളിയിലെ ഖത്തീബ്, വാർഡ് മെമ്പർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ആ സഹോദരിയെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനാ. കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഈ പിഞ്ചു മക്കളെ നാളെ അനാഥമാക്കാൻ നമ്മൾ ആരും വിട്ടുകൊടുക്കരുത്. അവർ നാളെ യത്തീമായിട്ട് വളരരുത്. നമ്മളെല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ ഹൃദയത്തെ തൊട്ട് നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.